വെൽക്കം ടു ഡൈൻ വിത്ത് ആൻ. മാങ്ങയുടെ സീസണൊക്കെ അവസാനിക്കാറായല്ലോ. അപ്പോൾ നമുക്ക് മാങ്ങ കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിങ് നോക്കിയാലോ. ഇതിനു വേണ്ടിയിട്ട് ഞാൻ 400 മില്ലി പാല് ഒരു സോസ് പാനിൽ ഒഴിച്ചൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് മൊത്തം 1/2 ലിറ്റർ പാലാണ് വേണ്ടത്. അതിൽ നിന്ന് 400 മില്ലി മാത്രമാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 1/3 കപ്പ് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ട് 4 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചിട്ടാണെങ്കിലും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി പാല് നമുക്കൊന്ന് തിളച്ച് കിട്ടണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പാല് ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ആ പാല് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള 100 മില്ലി പാലിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. നമ്മൾ വേറെ ജലാറ്റിൻ, ചൈന ഗ്രാസ് അങ്ങനെ ഒന്നും ഈ പുഡിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നില്ല. തിക്നിങ് ഏജന്റ് ആയിട്ട് നമ്മൾ കോൺഫ്ലോർ ആണ് ഉപയോഗിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലോർ കട്ടയൊന്നും കെട്ടാതെ ഒന്ന് അരിയിച്ചെടുക്കണം. ഇപ്പോഴത്തെ കോൺഫ്ലോറും പാലും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് മാങ്ങ. 1 കപ്പ് നല്ല പഴുത്ത മാങ്ങയുടെ പ്യൂരിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മാങ്ങയാണെങ്കിൽ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഒട്ടും കട്ടയില്ലാതെ തന്നെ അരച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോർ മാങ്ങ മിക്സ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. അത് കാരണം ഫ്ലെയിം എപ്പോഴും ലോ ആക്കി വെക്കുക. ചെറിയ അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കോൺഫ്ലോർ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. മാങ്ങയും കോൺഫ്ലോറും കൂടി നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇത് പെട്ടെന്ന് തന്നെ കട്ടിയാവും കോൺഫ്ലോർ ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ കൈ എടുക്കാതെ ഇളക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് കട്ടിയായിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്യണം. ഇപ്പൊ ഏകദേശം ഒന്ന് കട്ടിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഏലക്ക ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. നമ്മൾ പുഡിംഗ് ആയിട്ടല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഈ ഏലക്ക മുഴുവനോടെയൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ അത്ര സുഖമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏലക്ക പൊടി ചേർത്താലും മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പം ഞാൻ മുഴുവനായിട്ട് ചേർത്തിരിക്കുന്നതുകൊണ്ട് ആ ഏലക്ക ഒന്ന് എടുത്ത് മാറ്റുകയാണ്. അത് എടുത്ത് മാറ്റുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് ഒരുപാട് സമയമൊന്നും വെക്കേണ്ടി വരില്ല, കാരണം ഇപ്പോൾ തന്നെ ഏകദേശം നല്ല കട്ടിയായിട്ടുണ്ട്. ഒരുപാട് ഇട്ട് കുറുക്കരുത്, കാരണം ഇത് ചൂടാറുമ്പോൾ കട്ടിയാവുന്നൊരു സംഭവമാണ്. നമുക്ക് പുഡിംഗ് ആയിട്ടല്ലേ കഴിക്കേണ്ടത്, അല്ലാതെ വല്ലാതെ കട്ടിയായിട്ട് ഉള്ളൊരു സംഭവം അല്ലല്ലോ. അപ്പം അത് കാരണം നിങ്ങൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മളിത് സെർവ് ചെയ്യുന്ന മൗൾഡ് നമുക്ക് ഒന്ന് കുറച്ച് ബട്ടർ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അൺമോൾഡ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഞാനിങ്ങനത്തെ ഓരോ കുട്ടി കുട്ടി റാംകിൻസും മൗൾഡ്സും ആണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം ഞാൻ ബട്ടർ ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ പുഡിംഗ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ചൂടാറിയിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്കും ആ പാത്രത്തിൽ ഇരുന്ന് തന്നെ അതൊന്ന് സെറ്റ് ആവും. പിന്നെ നമുക്കത് ആ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടില്ല. അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കേക്ക് ടിൻ അല്ലെങ്കിൽ പുഡിംഗ് വലിയ ട്രേയിലൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കട്ട് ചെയ്തെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോഴും ഒന്ന് അടിയിൽ ഇതുപോലെ ഒന്ന് ബട്ടർ വെച്ചിട്ട് ഗ്രീസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി.
ഇനി നമുക്ക് ഈ എല്ലാ മൗൾഡും ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിലെന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് പുറത്ത് വെച്ചാൽ മതി, ഫ്രിഡ്ജിൽ ഇപ്പോൾ വെക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും തണുപ്പിച്ചെടുക്കാം. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് അൺമോൾഡ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുള്ള വെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ പുഡിംഗ് മോൾഡ് അത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രം ഒരു 10 സെക്കൻഡെങ്കിലും ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അൺമോൾഡ് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് അതിൽ നിന്ന് വിട്ട് കിട്ടും. ഇനി നമ്മളൊരു പ്ലേറ്റിലേക്ക് ഈ പുഡിംഗ് മൗൾഡിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. നമ്മൾ ആ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നുണ്ടാകും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അൺമോൾഡായി കിട്ടും. ഇനി അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ കത്തി കൊണ്ട് നമുക്ക് സൈഡൊക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിംഗ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണുന്നവരെ ബൈ.